ഈ രാത്രി തന്നെ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കാനായിട്ട് ഞാൻ പോകുന്നതാണ് നമ്മുടെ തൊടുപുഴ ഷോറൂമിലേക്ക്. വേറൊന്നുമല്ല, നാളെ പകലെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നാളെ പകൽ ഒരു കാരണവശാലും സർവീസിന് കൊണ്ട് കൊടുക്കാൻ സമയം കിട്ടത്തില്ല, വൈകുന്നേരം മേടിക്കാൻ പോകുന്ന സമയം കിട്ടും. പക്ഷേ ഇന്നിപ്പോൾ രാത്രി കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവിടുത്തെ വിളിച്ച് പറഞ്ഞിട്ട് നാളെ പകൽ ഗൂഗിൾ പേ ചെയ്തിട്ട് പൈസ ചെയ്താൽ മതി, ഇട്ടറിഞ്ഞാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്ത് നാളെ രാത്രി വീണ്ടും ഇതുപോലെ തന്നെ വണ്ടി പോയി എടുക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് നമ്മളിരിക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ചയാണ് എനിക്ക് വണ്ടി എടുക്കാൻ പോകാൻ സമയം കിട്ടുള്ളൂ. നാളെ ഫുൾ ഡേ അത്രയ്ക്കും ബിസിയുള്ള ദിവസം, നമ്മുടെ സൈറ്റ് അത്രയ്ക്കും ബിസിയും കാര്യങ്ങളായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളത്തെ നമുക്കൊരു ബെൽറ്റ് വാർക്കാനുള്ള കാരണം നമ്മളിച്ചിരി വർക്ക് രണ്ടെണ്ണമാണ് ശരിക്കും പറഞ്ഞാൽ നാളെ തന്നെ വാർക്കാണ്ടായിരുന്നത്. അതിൽ ഓരം തിങ്കളാഴ്ചത്തേക്ക് മാറ്റി ഓരണം ബെൽറ്റ് ഞായറാഴ്ച വാർക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ നിന്ന് സൈറ്റിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു അരക്ഷണം നമുക്ക് വാർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ രാത്രി തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ നമ്മൾ കാലാമ്പൂർ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ ലെഫ്റ്റ് തിരിഞ്ഞ് വാഴക്കുളം പോയി ചെന്നാടിയിട്ട് അവിടെ നിന്ന് നേരെ തൊടുപുഴയ്ക്ക് പോകാൻ ഓർത്തുണ്ട്. വാഴക്കുളത്ത് നിന്ന് ലെഫ്റ്റ് പോയാൽ തൊടുപുഴ, റൈറ്റ് പോയാൽ മോറ്റി. അതാണ് നമ്മുടെ ഇങ്ങനത്തെ റൂട്ട്. അപ്പോൾ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലൈറ്റൊക്കെ കെട്ടിവിട്ടുണ്ട്, ലൈറ്റ് വീണ്ടും ഓണാക്കിയിട്ടുണ്ട്, അതിൻ്റെ വെളിച്ചം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തൊടുപുഴ ചെന്നിട്ട് കാണാം. ഓക്കെ, പോയിട്ട് വണ്ടി കൊടുത്തിട്ട് പോരാം. വണ്ടി രാത്രി തന്നെ വണ്ടി കൊടുത്തിട്ട് പോകുന്ന നാളെ രാവിലെ തന്നെ സർവീസും ചെയ്ത് അവർ തീർത്തിട്ടോളും. നാളെ വൈകിട്ട് രാത്രി ഇതുപോലെ തന്നെ ഗൂഗിൾ പേ ചെയ്തിട്ട് നമുക്ക് രാത്രി പോയി വണ്ടി എടുത്ത് കൊണ്ടുവരാം അവർ സമ്മതിക്കുകയാണെങ്കിൽ. അപ്പോൾ കാരണം നമ്മൾ മുൻകൂട്ടി ബില്ലൊക്കെ അടച്ചിട്ട് കഴിഞ്ഞാൽ അവർ റെസിപ്റ്റ് നേരെ സെക്യൂരിറ്റിയിൽ കൊടുക്കുകയൊക്കെയും ചെയ്തോളൂല്ലോ. അപ്പോൾ അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം. അപ്പോൾ പോയിട്ട് നമുക്ക് തൊടുപുഴ ചെന്നിട്ട് കാണാം. ഓക്കെ, എന്തായാലും വണ്ടി കൊണ്ട് കൊടുക്കട്ടെ. ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് വാഴക്കുളം പൈനാപ്പിൾ സിറ്റിയിലാണ് കേട്ടോ. ഇതാണ് പൈനാപ്പിൾ സിറ്റി ആണോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകണം തൊടുപുഴയ്ക്കാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പൈനാപ്പിൾ സിറ്റി എന്ന്. ആ സ്ഥലമാണ് വാഴക്കുളം. ഇതുണ്ടോ ഇപ്പം തന്നെ ഇരിക്കുന്നു, കണ്ട് കനറച്ചൊക്കെ ഇരിക്കുന്നുണ്ടോ. അതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ ചെല്ലട്ടെ ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെ നമ്മൾ സർവീസിനായിട്ട് ഹൊറിസോണിൽ കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ 9905 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇനി വെറും 95 കിലോമീറ്റർ ഓടിയാൽ 10,000 കിലോമീറ്റർ ആവട്ടെ. അപ്പോൾ നമ്മളിനി വണ്ടി സർവീസിന് കൊടുത്തു. ഇനി നേരെ ഇവിടുന്ന് ബസ് കയറി പോവുകയാണ്. അപ്പോൾ നാളെ വൈകിട്ട് രാത്രിയിലായിരിക്കും ഞാൻ വണ്ടി എടുക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ തൊടുപുഴ വണ്ടിയും കൊടുത്ത് അബിൽമോൾ എന്ന് പറഞ്ഞ ബസ്സിലേക്കും കയറി വാഴക്കുളം വന്നപ്പോഴത്തേക്കും അനിയൻ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. അവന് നേരെ എറണാകുളം ആശുപത്രി പോയിട്ട് വന്ന വഴിയാണ്. വരുന്ന വഴി നേരെ ഇവിടെ എത്തുന്നുണ്ടായിരുന്നു. നേരെ വാഴക്കുളം വരാൻ പറഞ്ഞു. അങ്ങനെ വാഴക്കുളത്ത് നിന്ന് ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാനുണ്ട്. ആണ് നമ്മൾ വാഴക്കുളമാണ്. ഇപ്പം ഈ റൂട്ടാണ് കയറി പോണേ. നമ്മൾ കാറുകൊണ്ട് വന്ന റൂട്ട് തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകാം. ഇന്ന് തന്നെ വണ്ടി കൊണ്ടു കൊടുത്തില്ല. ഈ ശീലകാരം രാത്രി കൊണ്ടു കൊടുത്തു പോകുന്നു. ഇനിയിപ്പോൾ നാളെ വണ്ടി പണി കഴിയുമ്പോൾ നാളെ രാത്രി ഇതുപോലെ തന്നെ പോകാല്ലാണ്ട് ഒരു രക്ഷയില്ല. ഇതൊക്കെയാണ് അവസ്ഥ. ഓക്കെ, ബൈ.